ഇന്നത്തെ വെയിലൊക്കെ കൊണ്ട് ആകെ ക്ഷീണിച്ചതല്ലേ? എന്നാ പിന്നെ അമൃതേച്ചിക്കുള്ളത് ഞാൻ റൂമിൽ കൊണ്ട് കൊടുത്തോളാം. ആദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത് ഞാൻ എടുത്തുതരാം. പാത്രങ്ങളൊക്കെ എവിടെ ഇരിക്കുന്നേ? വേണ്ട, അതവിടെ വെച്ചേക്കോ. എല്ലാവർക്കും ഞാൻ പിന്നെ വിളമ്പി കൊടുത്തോളാം. ആരായിരുന്നു അവര്? ആരായിരുന്നു അവരെന്നോ? എന്താ മോളെ നീ പറയുന്നേ? നുണ പറയണ്ട. കുറച്ചു പേര് ഇന്നിവിടെ വന്നായിരുന്നു. മുത്തശ്ശനെ കൊല്ലാൻ അക്കൂട്ടത്തിൽ ഒരുത്തൻ കത്തിയെടുത്തത് ഞാൻ കണ്ടതാ. മുത്തശ്ശന്റെ തൊട്ടു പുറകിൽ അയാളുണ്ടായിരുന്നേ. അയാളെ തടയാൻ വേറൊരു വഴിയും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ തേനീച്ചക്കൂട്ടിൽ കല്ലെറിഞ്ഞെ. മോളെ, നീ ഇപ്പൊ എന്നോട് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും തൽക്കാലം മറ്റാരും അറിയണ്ട. ആ രഹസ്യം മോടെ മനസ്സിൽ തന്നെ ഇരുന്നാൽ മതി. പറഞ്ഞത് മാളൂന് മനസ്സിലായോ? വെണ്ണീല ചന്ദനക്കിണ്ണം പുന്നമടക്കായലിൽ വീണേ, കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ. മുണ്ടകൻ കൊയ്ത്ത് കഴിഞ്ഞ് ആറ്റക്കിളി പോകും നേരം, മഞ്ഞണി തൂവൽ കൊണ്ടൊരു കൂടൊരുക്കാൻ കൊണ്ടുവാ ഈശ്വരാ. വെണ്ണീല ചന്ദനക്കിണ്ണം പുന്നമടക്കായലിൽ. ഈ പീസും വെള്ളത്തിൽ പോകുന്നാണോ പറയണേ? എടാ വാസു, കരുന്നാക്കെടുത്ത് വളയ്ക്കാതറ. ഓ, ഈ ചന്ദനക്കിണ്ണം ഒരു കായലിലും വീഴാൻ കുമാർ സമ്മതിക്കില്ല. ഒരു തവണ കണ്ടതല്ലേ ഉള്ളൂ, അപ്പോഴേക്കും ആ പെണ്ണാണ് എന്റെ തലയ്ക്ക് പിടിച്ച വട്ടാണല്ലേ. എടാ വാസു, രശ്മിക മന്ദാനയുടെ കണ്ണുകൾ, സായി പല്ലവിയുടെ ശരീരം, കൃതിക ഷെട്ടിയുടെ കൃത വശ്യത. അവൾ എന്റെ തലയ്ക്കല്ലടാ, എന്റെ കരളിലാണ് കയറി പിടിച്ചിരിക്കുന്നത്. അപ്പ കണക്കാ. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അല്ലണ്ണ, ചേരോന്ന് പറഞ്ഞതാ. മദ്യം ആ പെണ്ണും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ. അത് രണ്ടും ആദ്യം തലയ്ക്ക് പിടിക്കും, പിന്നെ കരളരിപ്പയാക്കും. ആ പെണ്ണാണ് എന്റെ കളരി അല്ല കരളിൽ അള്ളിപ്പിടിച്ചിരിക്കുകയാണെന്നല്ലേ പറഞ്ഞത്. അവിടെ ഇരുന്നോട്ടണ, അവൾ അവിടെ ഇരുന്നോട്ട്. ഞാൻ നിന്റെ അല്ല ആശ തന്നെ. അപ്പൊ ഞാൻ കേട്ടാ പോണ പെണ്ണ് നിനക്കാറാ? ചേച്ചി, ഏട്ടത്തി അമ്മ. മനസ്സിലായ? ഒരു തെറ്റ് പറ്റിപ്പോയി, ക്ഷമിക്കേ. ഇനി മുതൽ ഏട്ടത്തി അമ്മന്നേ ഞാൻ വിളിക്കും. എടാ വാസു. ഓ ബാലുവാസു. എന്തോ? എടാ, എനിക്കിനി വേറെ ഒരു പെണ്ണെ കാണണ്ട. എനിക്ക് ഇവള മതി. അത് ഞാനങ്ങ് ഉറപ്പിച്ച്. അല്ലണ്ണ, പക്ഷെ അണ്ണനെ കെട്ടാൻ ഏട്ടത്തിയമ്മയ്ക്ക് സമ്മതമാണോന്ന് അറിയാതെ. അവള് സമ്മതിക്കും. കാരിരുമ്പിന്റെ കരുത്തും കസ്തൂരി മഞ്ഞളുടെ കാന്തി ഒത്തിണങ്ങിയ എന്നെപ്പോലെ ഒരു ചെറുപ്പക്കാരനെ അവള് വേണ്ടെന്ന് വെക്കൂടാ. അല്ലണ്ണ, ഏട്ടത്തിയമ്മ ആളൊരിത്തിരി തൻ്റെടിയാ, അതാ എൻ്റെ ഒരു പേടി. എടാ വാസു, ആനയെ മെരിക്കുന്നത് വേണ്ട ഇത്രയുള്ളൊരു കുഞ്ഞു തോട്ടി വെച്ചിട്ടാണ്. ഓ, പെണ്ണിന്റെ കഴുത്തിലിടുന്ന ആ ഒരു കുഞ്ഞു തോട്ടിയാണ് മോനെ താലി. അവളും മെരുങ്ങും. അവളെന്റെ വീട്ടിലോട്ടൊന്ന് വന്നോട്രാ. അവളെ ചട്ടം പഠിപ്പിക്കേണ്ട എങ്ങനെയാണെന്ന് എനിക്കറിയാം. അല്ല കുമാരണ്ണ, അപ്പൊ അവളെ നാളെ ചേർത്തിയമ്മയെ വിളിക്കാം. അല്ല, ഈ ഏട്ടത്തിയമ്മയെ പട്ടണത്തിൽ പഠിക്കാൻ വിടുമെന്നൊക്കെ വാക്ക് കൊടുത്തതാ. പഠിക്കാൻ വിടാന്? അത് എഴുത്തുമാൻ അറിയണത്തെ ഞാൻ. നീ ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ടല്ലോ. ചിലപ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ വിശ്വസിച്ചു. ഞാൻ
കട്ടപ്പ. ആ മുതിർന്നവരെ വട്ടപ്പേരിൽ വിളിച്ചാലേ ദോഷം കിട്ടേ ഉള്ളൂ. ആ അന്ന് എഴുതിയ പരീക്ഷ എന്തായി? റിസൾട്ട് വന്നില്ല. ആ. കുറച്ചു ദിവസം കഴിയും ദാസപ്പെട്ട. അമൃതേച്ചി അകത്തില്ലേ? ഉണ്ടല്ലോ. എന്തിനാ? പിടിച്ചു തിന്ന. അമ്പലത്തിലെ കടുംപായസം കൊണ്ടുവന്നതാ. ആ അകത്തെല്ലാരും ഉണ്ട്. നീ അങ്ങോട്ട് ചെല്ല്. ശരി കട്ടപ്പ. ആ അല്ല ആരാ ഇത്? ബാബാ എന്താ ഇത്? കടുംപായസം മുത്തശ്ശ. ഓഹോ, ശ്രീയേട്ടന്റെ അമൃതേച്ചിയുടെ പേരിൽ നടത്തിയ വഴിപാടിന്റെ പ്രസാദാ. അമൃതേച്ചി എവിടെ? അവളെ റൂമിലാ. എന്നാ ഞാൻ പോയി വിളിക്കാം. വേണ്ട, അമ്മു കിടക്കുക, ശല്യപ്പെടുത്തണ്ട. അയ്യോ ആണോ? എന്തു പറ്റി? ഒന്നും പറ്റിയില്ല. ഇന്നത്തെ വെയിലൊക്കെ കൊണ്ട് ആകെ ക്ഷീണിച്ചതല്ലേ. എന്നാ പിന്നെ അമൃതേച്ചിക്കുള്ളത് ഞാൻ റൂമിൽ കൊണ്ട് കൊടുത്തോളാം. ആദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത് ഞാൻ എടുത്തുതരാം. പാത്രങ്ങളൊക്കെ എവിടെ ഇരിക്കുന്നേ? വേണ്ട, അതവിടെ വെച്ചേക്കോ. എല്ലാവർക്കും ഞാൻ പിന്നെ വിളമ്പി കൊടുത്തോളാം. എന്തിനാ പിന്നെ ആക്കുന്നേ? ഇപ്പഴാകുമ്പോഴേ ചെറിയ ചൂടുണ്ട്. ഞാൻ ഇപ്പൊ തന്നെ എടുത്തുതരാം. വേണ്ടാന്ന് പറഞ്ഞില്ലേ? കുട്ടി ബുദ്ധിമുട്ടുണ്ട? സുമിത്രേ, മാളുവിനോട് അത്തരം ഫോർമാലിറ്റി ഒന്നും നോക്കണ്ട. ഇവളും ഇപ്പോൾ നമ്മുടെ കുട്ടിയല്ലേ. ഓളി എന്ന് വിളമ്പിക്കോ. ചെല്ലേ. ലൊക്കേഷൻ നിനക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ശരി, എല്ലാം പറഞ്ഞ പോലെ. റീച്ച് സേഫ്. ദാസപ്പേട്ടാ, ആരെങ്കിലും ഗസ്റ്റ് വന്നിട്ടുണ്ടോ? ആരെങ്കിലും വന്നിട്ടുണ്ടോന്ന്? ഓ ആ മാളു കൊച്ചു വന്നിട്ടുണ്ട്. എന്തിന്? വഴിപാട് പായസം കൊണ്ടുവന്നതാ. ആ വള്ളിക്കെട്ട് ഇങ്ങോട്ടും കെട്ടിയെടുത്തോ. നിങ്ങൾക്കിത് എന്തിന്റെ പ്രശ്നം? ആഹാ, രാമപുരത്ത് ദേവിയുടെ കടുംപായസത്തിന്റെ സ്വാദേ അന്നത്തെ പോലെ തന്നെ. ഒരു വ്യത്യാസവും ഇല്ല.